എങ്ങനെയുണ്ട് വെള്ളം നോക്കിട്ട്? നമ്മള് പണ്ടത്തെക്കാളും പണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തോ കലർന്ന വെള്ള പോലെ മങ്ങിയ വെള്ളമായിരുന്നു. ഇതിപ്പോ നമ്മള് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മളുടെ മഞ്ഞപ്ര കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. മഞ്ഞപ്ര എന്ന് പറയുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം നമുക്ക് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ മഞ്ഞപ്ര, അങ്കമാലി മഞ്ഞപ്രയിൽ നിന്ന് നമ്മൾ അയ്യമ്പുഴ പ്ലാന്റേഷനിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഞാനപ്പോൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, മേലെ കൂടി പോകുന്നത്? ഇത് ഒരു കനാലാണ് കേട്ടോ. എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ വ്യക്തതയില്ല. മിക്കവർക്ക് അറിയാൻ പാടുണ്ടാവും. എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടൈമാണത്. ഇത് നമ്മുടെ ഭൂതത്താങ്കട്ടിയിൽ നിന്ന് വരുന്ന കനാലാണത്. ഇത് നമ്മുടെ പറൂര് മാഞ്ഞാലി വരെയും ഇത് എത്തുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തിയത്. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊല്ലങ്കോട് നമ്മൾ പോകുന്നത് വെസൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷം നമുക്ക് സൈറ്റിൽ ചെന്ന് കാണാം. അപ്പൊ നേരിട്ട് നമുക്ക് കൊല്ലങ്കോട്ടേക്ക്. അപ്പൊ ഭയം സുഹൃത്തുക്കളെ, അപ്പൊ അങ്ങനെ നമ്മളുടെ സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡില് കാണുന്ന രണ്ടാമത്തെ വീടാണ്. അപ്പൊ നമുക്ക് ഇവിടെയാണ് വെസൽ ഫിൽട്രേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ വീടെത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാം. നമുക്ക് വെക്കേണ്ട സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വെസൽ വെക്കേണ്ടത് മേലെയാണ്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വെക്കേണ്ടത്. നമ്മളുടെ ആ ഒരു ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളുടെ ആ ഒരു എന്താ പറയാ ലോൺ ഏരിയ മാറ്റൊരു സ്ഥലത്താണ് നമുക്ക് വെക്കേണ്ടത്. പൈപ്പ് ഈ ഇറങ്ങി വന്നിരിക്കുന്ന പൈപ്പാണ്. 2 ഇഞ്ചിന്റെ പൈപ്പിൽ നിന്ന് നമുക്ക് 1.5 ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഡിസ്റ്റർബൻസ് കാണും വീഡിയോയിൽ, കോഴിയുടെ ഒക്കെ ശബ്ദം കേൾക്കാം. കൂട്ടുകാരെ, നമുക്കപ്പോൾ വെക്കേണ്ട സ്ഥലം എവിടെയാണ് കേട്ടോ. നമ്മുടെ ലൈൻ വെക്കുന്നത് ഈ ഒരു സൈഡിലാണ്. ഇവിടുന്ന് ഇത്തിരി റിസ്കിയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ ലൂപ്പിടാൻ. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പ്ലംബിംഗ് ഐറ്റംസും എല്ലാം റെഡിയാണ്. നമുക്ക് ആദ്യം നമ്മുടെ വർക്ക് അങ്ങോട്ട് തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ വെള്ളത്തിന്റെ ക്വാളിറ്റി കാണിച്ചു കേട്ടോ. ഈ വെള്ളം ഇതാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി. അതായത് അയണിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ വെള്ളത്തിനാണ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത്.
കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ പൈപ്പ് ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പിന്നെ ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ ബാക്ക് വാഷ് മോഡിലേക്ക് ഇടാം. നമ്മൾ ബാക്ക് വാഷ് മോഡിലേക്ക് ഇട്ടു. ഇൻലെറ്റ് വാൽവ് വഴി ഓപ്പൺ ചെയ്തു. നേരെ നമ്മുടെ വെള്ളം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബാക്ക് വാഷ് കഴിയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മള് ഫിൽട്ടർ മോഡിലേക്ക് ഇട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പോയി തുടങ്ങി. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിന് എത്രത്തോളം പ്രഷർ ഉണ്ടാവും എന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതായത് 2 നില ബിൽഡിംഗ് ആണത്. ടാങ്ക് ഇതിന്റെ മേലെ ഇരിക്കണത്. അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ചിന്റെ ലൈനാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. 2 ഇഞ്ചിന്റെ ലൈനിൽ നിന്ന് 1.5 ആയിട്ട് ലൂപ്പ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് നേരിട്ട് പിന്നെ 1.5 തന്നെ കയറിയത്. നിങ്ങൾ നോക്കുക എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം. ഇത്രയും പ്രഷർ ഉണ്ട് മേലത്തെ ഫ്ലോറിൽ. അപ്പൊ താഴത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തോരം പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. ഇത്രത്തോളം ക്ലിയർ ആണ് നമ്മുടെ വാട്ടർ. കാണാൻ പറ്റണമെന്ന് വിചാരിക്കണം. ഇത് വെയിലത്തോട്ട് മാറ്റി കാണിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ടാ. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. 1354 ടാറ്റയുടെ വെസലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. 40 NB ഭാരത് കപ്ലറിന്റെ വാൽവും. അപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം കണ്ടു കാണും. വീഡിയോന്റെ ആദ്യമേ തൊട്ട് കണ്ടാൽ മനസ്സിലാവും. 2 ഇഞ്ചിന്റെ ലൈൻ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ 1.5 ആക്കി റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഏകദേശം ഇതിന്റെ പകുതിയോളം വരെ നമ്മൾ 2 ഇഞ്ചിന്റെ ലൈൻ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് 1.5 ലൈൻ വലിച്ചു വിടക്കി കൊണ്ടുവന്നത്. അപ്പൊ അത്യാവശ്യം പ്രഷറും കാര്യങ്ങളും ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചായിരുന്നു. നേരത്തെ ഞാൻ ഒരു സാമ്പിൾ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചായിരുന്നു. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് ഫ്ലോറിൽ വെക്കുമ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ വരാറില്ലേ, അപ്സ്റ്റെയറിൽ പ്രഷർ കിട്ടത്തില്ലല്ലോ എന്ന്. അപ്പൊ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. എത്രത്തോളം പ്രഷർ ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ കസ്റ്റമർക്കും ഇത് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇതിന്റെ സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കസ്റ്റമറോട് തന്നെ പറയാം എത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഈ വർക്ക്, എന്താണ് സാമ്പിളിന്റെ അവസ്ഥ, ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമ്മുടെ വർക്ക് കഴിഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് ഇതിന്റെ സാമ്പിൾ ഒന്ന് എടുത്തു നോക്കാം. വേറെ കാര്യം പറയാനുള്ളതേ, നമ്മുടെ ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ ഫാദർ, പപ്പ, അദ്ദേഹത്തിന്റെ പേരാണ് ജോൺസൺ. അദ്ദേഹം ഇവിടെ ഇല്ല ഇപ്പൊ. 3-4 ദിവസം മുന്നേ അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അപ്പൊ അദ്ദേഹമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോ പപ്പയോടത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായില്ലേ, ബാക്ക് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സാമ്പിൾ ഒന്ന് എടുത്തിട്ട് സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പം സാമ്പിൾ എടുത്തിട്ട് ഒന്ന് പറഞ്ഞോളൂ, നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞോളൂ എങ്ങനെയുണ്ടെന്ന്. അതായത് സാമ്പിൾ നേരത്തെ നമ്മുടെ വെള്ളം എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് വെള്ളത്തിന്റെ അവസ്ഥ എന്നുള്ള കാര്യം. ആ സാമ്പിൾ വാൽവ് തുറന്നിട്ട് വെള്ളം എടുത്തോളൂ. എങ്ങനെയുണ്ട് വെള്ളം നോക്കിട്ടേ. നമ്മള് പണ്ടത്തെക്കാളും പണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കലർന്ന വെള്ളം പോലെ മങ്ങിയ വെള്ളമായിരുന്നു. ഇതിപ്പോ നമ്മള് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം, വീഡിയോ എല്ലാം ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പൊ അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. അപ്പോ കൂട്ടുകാരെ, നിങ്ങൾക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.